ഹായ് ആപ്റ്റിവൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുട്ബോൾ കി ദിൽ കാ രാജ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് हार जीत तो जरा जरा सी बातों से तय होती है इस पर अपना विचार प्रकट करें. അപ്പോൾ ഹാർ ജീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയവും വിജയവും ഒക്കെ ജറാ ജറാ സി ബാത്തോ സെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. തയ് ഹോത്തി ഹെ എന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇസ് पर आपका विचार प्रकट करें എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം നമുക്ക്. इस बात से मैं पूरी तरह सहमत हूँ. ഈ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായും सहमत हूँ എന്ന് വെച്ചാൽ യോജിക്കുന്നു. चाहे जीवन हो या खेल हार जीत तो जरा जरा सी बातों से तय होती है. ചാഹെ ജീവൻ ഹോ യാ ഖേൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതമായാലും ഖേലായാലും സ്പോർട്സ് ആയാലും ഹാർ ജീത് തോ പരാജയവും വിജയവും എന്താണ് ജറാ ജറാ സി ബാത്തോ സെ ചെറിയ ചെറിയ കാര്യങ്ങളാൽ ആണ് തൈ ഹോത്തി ഹെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. कभी कभी एक छोटी सी गलती के कारण हार मिलती है तो कभी गलती होने पर भी हम जीत जाते हैं. ചില സമയത്ത് എന്താണ് एक छोटी सी गलती ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഒരു തെറ്റ് വന്നാൽ കൂടിയും ഹാർ മിൽത്തി ഹെ എന്താണ് പരാജയം നമുക്ക് കിട്ടും. നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. തോ കബി ഗൽത്തി ഹോനെ പർ ബി പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് തെറ്റ് പറ്റിയാൽ കൂടിയും ഹം ജീത് ജാത്തെ ഹെ നമ്മൾ ജയിക്കാനായിട്ട് ഇടയാവുകയും ചെയ്യും. അപ്പം അങ്ങനെ പല പല രീതിയിലും കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടില്ല സ്പോർട്സിലെ കാര്യം തന്നെയാണോ എന്ന്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ആൻസർ കൊടുത്താലും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജീത്നെ കെ ലിയെ ഗലത് രാസ്ത അപ്നാനെ കെ സംബന്ധ മേ ആപ്കാ മത് ക്യാ ഹെ എന്നാണ് ചോദിക്കുന്നത്. അതായത് ജയിക്കാനായിട്ട് ഗലത് രാസ്ത അപ്നാനെ കെ സംബന്ധ മേ എന്ന് വെച്ചാൽ തെറ്റായ വഴികള് സ്വീകരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആപ്കാ മത് ക്യാ ഹെ. മത് എന്ന് വെച്ചാൽ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജയിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ രീതികള് സ്വീകരിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ അതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ മേരെ മത് മേ ജീത്നെ കെ ലിയെ ഗലത് രാസ്ത അപ്നാന ബിൽക്കുൽ ഗലത് ഹെ. എന്റെ അഭിപ്രായത്തിൽ ജയിക്കാനായിട്ട് തെറ്റായ വഴികൾ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ക്യോങ്കി സഹി ഢങ് സെ ഇത് ഫുൾ സ്റ്റോപ്പ് അല്ല ബാറാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്യോങ്കി സഹി ഢങ് സെ എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യോങ്കി ഇമാൻദാരി സെ എന്ന് എഴുതാം. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോ ശരിയായ ഢങ് സെ എന്ന് വെച്ചാൽ ശരിയായ രീതിയിലൂടെ, അല്ലെങ്കിൽ ക്യോങ്കി ഈമാൻദാരി സെ. ഈമാൻദാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സത്യസന്ധത, ഓണസ്റ്റി. അങ്ങനെ ഓണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മിലി ജീത് ഹി ലഭിച്ചിട്ടുള്ള ഒരു വിജയം മാത്രമാണ് അസ്ലി ജീത് ഹോത്തി ഹെ. എന്താണ് ഈ അസ്ലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള യഥാർത്ഥ വിജയം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സത്യസന്ധമായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കിട്ടിയ വിജയത്തെ മാത്രമേ നമുക്ക് യഥാർത്ഥ വിജയം എന്ന് കണക്കാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ लोगों के दिल में जगह पाने के लिए हुनर के साथ मुस्कान की भी जरूरत है. यह कहाँ तक सही है? क्यों? അപ്പം മറ്റുള്ളവരുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ ജഗ പാനി കെ ലിയെ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ ഹുനർ കെ സാത്ത് കഴിവിനോടൊപ്പം മുസ്കാൻ കി ബി ജറൂരത് ഹെ നല്ലൊരു പുഞ്ചിരിയുടെയും കൂടി ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. യ കഹാ തക് സഹി ഹെ ഇത് എത്രത്തോളം ശരിയാണ്? ക്യോ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. യ ബാത് പൂരി തരഹ സഹി ഹെ ഇത് പൂർണ്ണമായും ശരിയാണ്. ക്യോങ്കി അഗർ കിസി വ്യക്തി കെ പാസ് ബഹുത് ഹുനർ ഹെ पर वह ज्यादा मुस्कुराता नहीं है तो लोग उसे बुरा और घमंडी मानने लगते हैं. അപ്പോ എന്തെന്ന് വെച്ചാൽ ഇത് ശരിയാണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ കിസി വ്യക്തി കെ പാസ് ഒരു വ്യക്തിയുടെ പക്കല് ബഹുത് ഹുനർ ഹെ വളരെയധികം കഴിവുണ്ട്. पर वह ज्यादा मुस्कुराता नहीं है പക്ഷെ ആ വ്യക്തി അധികം ചിരിക്കൊന്നും ചെയ്യില്ല. तो लोग उसे बुरा और घमंडी मानने लगते हैं. അത്തരം സാഹചര്യത്തില് വ്യക്തികൾ മറ്റുള്ളവർ എന്താണ് ഉസെ ബുറ ഒരു മോശപ്പെട്ട ആള്, അതുപോലെ തന്നെ ഓർ ഗമണ്ടി ഗമണ്ടി എന്ന് വെച്ചാൽ ഒരു അഹങ്കാരി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങും, എന്നുള്ള രീതിയിൽ കാണാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ कई कठिनाइयों के शिकार होने के बावजूद पेले ने लोगों के दिल पर राज किया. यह कैसे संभव हो सका? അപ്പം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഠിനായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നിട്ടും
എന്താണ് പെലേനെ ലോഗോ കി ദിൽ പർ രാജ് കിയ. മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു രാജാവിനെ പോലെയായിരുന്നു പെലെ എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൽ എന്നെന്നും നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. യഹ് ക്യാസെ സംഭവ് ഹോ സക, ഇത് എങ്ങനെയാണ് പോസിബിൾ ആയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ നോക്കുകയാണെങ്കിൽ ഉൻഹോനെ അപ്നെ ഹുനർ പർ പൂർണ്ണ വിശ്വാസ് രഖാ ഹോഗ, इसके कारण उनको सारी कठिनाइयों का मुस्कुराकर सामना करने की ताकत मिली होगी. അപ്പം എന്താണ് പറയുന്നത്, അദ്ദേഹം തന്റെ ഹുനർ പർ, തന്റെ കഴിവില് പൂർണ്ണ വിശ്വാസ് രഖാ ഹോഗ, അദ്ദേഹം തന്റെ കഴിവില് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നിരിക്കാം. ഇസ്കെ കാരൺ, അതുകൊണ്ട് തന്നെ ഉൻകോ സാരി കഠിനായിയും ക, എല്ലാ ബുദ്ധിമുട്ടുകളും മുസ്കുരാക്കർ സാമനെ കർണേക്ക്, അതായത് എല്ലാ ബുദ്ധിമുട്ടുകളെയും പുഞ്ചിരിയോടുകൂടി നേരിടാനായിട്ടുള്ള ഒരു കഴിവ്, ഒരു ശക്തി, കഴിവല്ല ഒരു ശക്തി അദ്ദേഹത്തിന് കിട്ടിക്കാണും എന്നാണ് പറയുന്നത്. താക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തി എന്നാണ്. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അദ്ദേഹം എങ്ങനെയാണ് ഇതിലൂടെ ഒക്കെ പുറത്തു വന്നത്, എന്നിട്ട് എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ ഫുട്ബോളിന്റെ രാജാവായി മാറിയത് എന്നല്ലേ ചോദിച്ചത്. അപ്പം അദ്ദേഹം തന്റെ എന്താണ് കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും എല്ലാ വരുന്ന പ്രശ്നങ്ങളെയും ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുകയും ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. पहले जैसे अमर रहने के लिए आप अपनी जिंदगी को कैसे जीना चाहेंगे. പെലയെ പോലെ, അമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമില്ലാത്ത എന്നാണ്. മരണമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ എന്താണ്, പെലെ അന്തരിച്ചു. അപ്പൊ മരണമില്ലാത്ത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്. मैं अपने काम को पूरी निष्ठा से निभाना चाहूंगी. ഞാൻ എന്റെ ജോലി എന്താണോ അതിനെ പൂർണ്ണ നിഷ്ഠയോട് കൂടിയിട്ട് എന്താണ് നിഭാന ചാഹുങ്കി എന്ന് വെച്ച് കഴിഞ്ഞാല് നടപ്പിലാക്കാനായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഏത് ഫീൽഡിലാണോ ആ കാര്യം ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആ ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം. एक वैज्ञानिक के रूप में मैं लोगों के बीच जानी जाऊं, यही मेरी इच्छा है. ഒരു വൈജ്ഞാനിക്, ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ലോഗോ കെ ബീച്ച് എന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ ജാനി ജാവു, അറിയപ്പെടണം. യഹി മേരി ഇച്ഛ ഹെ, ഇതാണ് എന്റെ ആഗ്രഹം. बीमारियों के मूल कारण और इलाज ढूंढने के साथ साथ मैं एक शांत और सरल जीवन जीना चाहूंगी. बीमारियों के मूल कारण और इलाज ढूंढने के साथ साथ എന്ന് വെച്ച് കഴിഞ്ഞാല് ബീമാരി എന്ന് വെച്ചാൽ എന്താ, അസുഖങ്ങൾ, അസുഖങ്ങളുടെ മൂൽ കാരണം എന്ന് വെച്ചാൽ റൂട്ട് കോസ്, മെയിൻ ആയിട്ട് എവിടെ നിന്നാണ് അസുഖം വരാനായിട്ടുള്ള കാരണം എന്ന് കണ്ടുപിടിക്കുകയും ഇലാജ് ഡൂണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതോടൊപ്പം, അതാണ് കെ സാത്ത് സാത്ത് എന്ന് വെച്ചാല് मैं एक शांत और सरल जीवन जीना चाहूंगी. ഞാൻ ഒരു എന്താണ് ശാന്തമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു ശാന്തമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം തന്നെ ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ പല രോഗങ്ങളുടെ റൂട്ട് കോസ് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ട് ആളുകളുടെ ഇടയിൽ എന്നും ഓർമ്മിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഒരു ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇപ്പൊ എനിക്കൊരു ടീച്ചർ ആവാനാണ് ആഗ്രഹം, ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ ഇടയിൽ ഞാൻ എന്നും ഓർക്കപ്പെടും, അല്ലെങ്കിൽ എനിക്കൊരു ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം, അപ്പോൾ എന്റെ കാലം കഴിഞ്ഞു പോയാലും എന്താണ് എന്റെ പെയിന്റിങ്സിലൂടെ ഞാൻ ജീവിക്കും, അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് പല കുട്ടികളുടെയും ആൻസർ പലതായിരിക്കും, എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഖിലാഡി കോ പെഹചാനെ ദേശ് കാ നാം ജോഡ് കർ ലിഖേ. അപ്പൊ ഓരോ പ്ലേയേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ ഏത് നേഷന് വേണ്ടിയിട്ടാണ്, ഏത് കൺട്രിക്ക് വേണ്ടിയിട്ടാണ് അവർ കളിച്ചിരുന്നത് എന്നുള്ളത് അതിൽ ഫില്ലിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇത് നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ചാപ്റ്ററിൽ ഒരു പാരഗ്രാഫിൽ ഇങ്ങനെ കുറെ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് എടുത്തെഴുതാനുള്ളതാണ്. അപ്പോ ലയണൽ മെസ്സി എന്ന് പറയുന്നത് അർജന്റീന കെ ഖിലാഡി ഹെ, അർജന്റീനയിലെ പ്ലെയർ ആണ്. അതുപോലെ തന്നെ യോഹാൻ ക്രൈഫ് എന്ന് പറയുന്നത് ഹോളണ്ടിലെ പ്ലെയർ ആണ്. മറഡോണ എന്ന് പറയുന്നത് അർജന്റീനയിലെ പ്ലെയർ ആണ്. ഫ്രാൻസ് ബേക്കൻ ബോവർ ജർമ്മനിയുടെ പ്ലെയർ ആണ്. ഗരീൻച ബ്രസീൽ കെ ഖിലാഡി ഹെ. പിന്നെ ഒരെണ്ണം കൂടി പറയുന്നുണ്ട്. അപ്പോ പെലെയുടെ പേര് ഇവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പെലെ ബ്രസീൽ കെ ഖിലാഡി ഹെ എന്നുള്ളത് ഇവിടെ എഴുതി ചേർക്കുക. അപ്പൊ അതാണ് എളുപ്പം. വേറൊരു പ്ലെയറിന്റെയും കൂടെ പേരുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പേരായതുകൊണ്ട് പെലേനെ തന്നെ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. പെലെ ബ്രസീൽ കെ ഖിലാഡി ഹെ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഖ് പഠി നമൂനെ കെ അനുസാർ ലിഖെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട്
താഴെ തന്നിട്ടുള്ള ഉദാഹരണം നോക്കിയിട്ട് അതുപോലെ എഴുതാനാണ് പറയുന്നത്. 1958 की विश्व कप प्रतियोगिता में ब्राजील की पहली विजयी हुई. അപ്പൊ 1900 എന്ന് പറഞ്ഞാൽ 1958 എന്ന് പറഞ്ഞാൽ 58 ആണ്. की विश्व कप प्रतियोगिता में. അപ്പം ബാക്കിയുള്ളതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഈ ഇയർ ഉണ്ടല്ലോ, ഈ ഇയർ നിങ്ങൾ സാധാരണ ഇപ്പൊ 1958 എന്ന നമ്പറിലല്ലേ എഴുതുക, അതിന് പകരം ഇങ്ങനെ ഹിന്ദിയിലാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്, സെന്റൻസ് ആക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ ഇതുപോലെ കുറെ വർഷങ്ങളുണ്ട്, അതിനൊക്കെ വാക്യത്തിലാക്കി എഴുതണം. അപ്പൊ 1966 എന്ന് പറയുന്നുണ്ട്. 1966 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1968 ആണ്. അതിലാണ് പെലെ വിശ്വകപ്പ് പ്രതിയോഗിത സെ ബഹാർ ഹോ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് പുറത്തായത്. 1966 1968 അപ്പൊ 66 എന്ന് പറയുന്നത് 68 ആണെന്ന് പഠിച്ചു വെക്കുക. അപ്പോ ഈ ഹിന്ദിയിലെ നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ പൊതുവെ കുറച്ച് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 50 to 60 വരെയുള്ള നമ്പേഴ്സ് ആണ്. ബാക്കിയുള്ളതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ സാട്ട് എന്ന് പറയുന്നത് എന്താണ് 60 ആണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇക്സട്ട്, ബാസട്ട്, തിർസട്ട് അങ്ങനെയാണ് ബാക്കി നമ്പേഴ്സ് ആഡ് ചെയ്ത് പോവുക. 61, 62, 63 എന്നൊക്കെ പറയുമ്പോൾ. അതേപോലെ 70 ആണെങ്കിൽ 70, 80 ആണെങ്കിൽ 80, 90 ആണെങ്കിൽ 90, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് മേ ബ്രാസീലിനെ തീസരി വിശ്വകപ്പ് പ്രതിയോഗിത ജീത്തി എന്ന് വെച്ചാൽ തേർഡ് വേൾഡ് കപ്പ് ബ്രസീൽ നേടിയത് ഏത് വർഷത്തിലാണ് എന്നുള്ളതാ. 1970. അപ്പൊ 70 എന്ന് പറഞ്ഞാൽ 70 ആണ്. 1970 എന്ന് പറഞ്ഞാൽ 1970. അപ്പൊ ഇത് ചാപ്റ്ററിൽ ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിനേറ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം അവിടെ എഴുതി കാണിക്കും നമ്പേഴ്സിൽ. അത് നിങ്ങൾക്ക് വേർഡ്സിൽ എഴുതാൻ അറിയണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പെലെ ക്ലബ് കി ഖേൽ സെ റിട്ടയർ ഹോ ഗയ. അപ്പം ക്ലബിന്റെ ആ ഒരു ഗെയിമിൽ നിന്ന് പെലെ റിട്ടയർ ആയത് ഏത് വർഷത്തിലാണ്? 1977. 77 എന്ന് പറയുമ്പം 70 എന്ന് പറഞ്ഞാൽ 70, 77 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 77 എന്നാണ്. അപ്പൊ 1977 എന്ന് വെച്ചാൽ 1977 എന്നാണ് അർത്ഥം. നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു വർഷം വരുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്തെഴുതാവുന്ന ഒരു സെന്റൻസ് ആണത്. പെലെ ദൂസരെ മാച്ച് മേ ഹി ചോട്ട് ഖാക്കർ ബാഹർ ഹോ ഗയെ. അപ്പം രണ്ടാമത്തെ മാച്ചിൽ തന്നെ വൂണ്ടഡ് ആയിട്ട് ഇഞ്ചുറി പറ്റിയിട്ട് പെലെ മാച്ചിൽ നിന്ന് പുറത്തായി എന്നുള്ളത് ഒരു വർഷത്തിൽ തന്നിട്ടുണ്ട്. അതേതാണ്? 1962. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാട്ട് എന്ന് പറഞ്ഞാൽ 60 എന്നാണ് അർത്ഥം. ബാസട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് 62 എന്നാണ്. 1962 എന്ന് പറഞ്ഞാൽ 1962. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ पहचाने खिलाड़ी शब्द की विशेषता बताने के लिए लेख में किन किन शब्दों का प्रयोग किया है. അപ്പോൾ ഖിലാഡി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ വിശേഷത കാണിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നോക്കാനാണ് പറയുന്നത്, ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല ചോദിച്ചേക്കുന്നത്, താഴെ ഇങ്ങനെ തന്നിട്ടുണ്ട്, അത് നിങ്ങളോടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോ സർവശ്രേഷ്ഠ ഖിലാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവശ്രേഷ്ഠനായിട്ടുള്ള, ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥമാണ്. ബഡിയ എന്ന് പറഞ്ഞാൽ മികച്ചത്. കറാമാത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് മാജിക്കൽ ആയിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അക്രാമക് എന്ന് വെച്ചാൽ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. ബെഹത്തരി എന്ന് വെച്ചാൽ ബെസ്റ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ കൊണ്ട് ഖിലാഡി എന്നുള്ള വാക്കിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ढूंढ कर लिखें प्रत्येक शब्द का प्रयोग किन किन शब्दों की विशेषता बताने के लिए किया गया है. അപ്പോ ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് താഴെ തന്നിട്ടുള്ള വാക്കുകളൊക്കെ ഏത് വാക്കുകളുടെ വിശേഷത കാണിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. ലംബി എന്ന് പറഞ്ഞാൽ നീണ്ട എന്നല്ലേ അർത്ഥം. അപ്പോ നീണ്ട എന്താണ്? ശവ്യാത്ര. ഇത് നിങ്ങൾ ചാപ്റ്ററിന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ലംബി ശവ്യാത്ര. ഇനി മസ്ബൂത്ത് എന്ന് പറയുന്നുണ്ട്. മസ്ബൂത്ത് എന്ന് പറയുന്നത് ദാവ എന്നുള്ള വാക്കിന്റെ വിശേഷണമാണ്, അല്ലെങ്കിൽ വിശേഷതയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുന്ദർ എന്ന് പറയുന്നത് എന്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്? ഫുട്ബോൾ എന്നുള്ള ആ ഒരു വേർഡിനെ വിശേഷിപ്പിച്ചിട്ടാണ് സുന്ദർ എന്ന് പറയുന്നത്. നുമായിഷി എന്ന് പറയുന്നത് മാച്ചിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ്. കട എന്ന് പറയുന്നത് അഭ്യാസ് എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ അഭ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടീസ് അല്ലെങ്കിൽ പരിശീലനം. കട അഭ്യാസ് എന്ന് പറയുമ്പോൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഓരോ വാക്കിന്റെയും ഒരു വിശേഷണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പടേ രേഖാങ്കിത് ശബ്ദോं पर ध्यान दे. पहले जैसा दूसरा खिलाड़ी नहीं हुआ. किसी दूसरे खिलाड़ी की मार पिटाई नहीं हुई.
ബ്രാസീൽ ने विश्व कप दूसरी दफा जीता. ഇങ്ങനെ 3 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ദൂസറ, ദൂസരെ, ദൂസരി എന്നുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മള് ദൂസറ, ദൂസരെ, ദൂസരി ഈ 3 വാക്കും, അതായത് സെയിം വാക്കിന്റെ പല രൂപങ്ങളാണത്. അതെന്താണ് മറ്റൊരു അല്ലെങ്കിൽ രണ്ടാമതൊരു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ പെലെ എന്നുള്ള സബ്ജക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെലെ ജൈസ ദൂസറ ഖിലാഡി നഹീ ഹുവ. അവിടെ ദൂസറ എന്ന് ഉപയോഗിക്കാനായിട്ടുള്ള കാരണം പെലെ എന്ന് പറയുന്നത് ഒരു പുരുഷനായതുകൊണ്ടാണ്. അപ്പം ഒരു മെയിലിന്റെ പേര് ഉപയോഗിച്ചത് കൊണ്ട് പെലെ ജൈസ ദൂസറ ഖിലാഡി നഹീ ഹുവ എന്ന് എഴുതി. രണ്ടാമത്തെ സെന്റൻസിൽ എന്താ, കിസി ദൂസരെ ഖിലാഡി കി മാർ പിട്ടായി നഹി ഹുയി. അപ്പം അവിടെ കിസിന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് അവിടെ ഒരാളുടെ ജെൻഡർ ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ദൂസരെ ഖിലാഡിക്ക് ആ സെന്റൻസിന്റെ പ്രയോഗം അങ്ങനെയാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ സെന്റൻസിൽ ബ്രാസീലിനെ വിശ്വ കപ്പ് ദൂസരി ദഫ ജീത്ത. ഇവിടെ ദൂസരി എന്ന് ഉപയോഗിക്കാനായിട്ടുള്ള കാരണം ദഫ എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് ദഫ എന്നുള്ള വാക്കിന് മുൻപ് ഏത് വാക്ക് ഉപയോഗിച്ചാലും പെഹലി ദഫ, ദൂസരി ദഫ, തീസരി ദഫ എന്നാണ് എഴുതുക. അല്ലാതെ ദഫ എന്നുള്ള വാക്കിന് മുന്നിൽ നമ്മൾ പെഹല ദഫ എന്ന് എഴുതില്ല. ദഫ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈകാരാണ് വെക്കുക. ദൂസരി, പെഹലി, തീസരി അങ്ങനെ. അപ്പം അത് കുറച്ചിങ്ങനെ ഹിന്ദിയിലെ നിയമങ്ങളെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, കുറച്ചൊക്കെ പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ അത് പഠിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് पहले के जीवन पर बने वृत्त चित्र डॉक्यूमेंट्री देखें और इस वर्कशीट की पूर्ति करें എന്നാണ്. അപ്പോ പെലെയുടെ ജീവിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ആ ഡോക്യുമെന്ററി കണ്ടിട്ട് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോ പൂര നാം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എഡിസൺ ഓർ എഡ്സൺ എറാൻഡിസ് ഡോ നാസിമെന്റോ എന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ചത് 23 ഒക്ടോബർ 1940 ബ്രാസീൽ കെ ചോട്ടെ ഷെഹർ മിനാസ് ഗെറായിസ് മേ. അപ്പൊ ബ്രസീലിന്റെ ഒരു ചെറിയ ഷെഹറായിട്ടുള്ള ഒരു പട്ടണമായിട്ടുള്ള മിനാസ് ഗെറായിസില് 1940 23 ഒക്ടോബറിനാണ് അദ്ദേഹം ജനിച്ചത്. അടുത്തതായിട്ട് പരിവാറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോ ഉൻകെ പിത ക്ലബ് സ്തർ പർ ഫുട്ബോൾ ഖേലാ കർത്തേ थे. അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ ക്ലബ് ലെവലിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഉൻകി മാ ഗൃഹകാര്യ സമ്പാൽത്തി ഥി. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ. चौथी कक्षा में स्कूल के दिनों में फुटबॉल खेलने के कारण निकाले जाने के बाद पेले ने अपनी पढ़ाई छोड़ दी. അപ്പം ചോത്തി കക്ഷ എന്ന് പറഞ്ഞാൽ 4th സ്റ്റാൻഡേർഡില് സ്കൂളിന്റെ ദിവസങ്ങളിൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കാനായിട്ട് പോയിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. നിക്കാലെ ജാനേക്ക് ബാദ് എന്ന് വെച്ചാൽ ഈ കാരണം കൊണ്ട് 4th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം പെലെനെ അപ്നെ പഠായി ചോടി. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ വിട്ടുകളഞ്ഞു. പിന്നീട് അദ്ദേഹം പഠിക്കാനായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. കാര്യക്ഷേത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആക്റ്റീവ് ആയിരുന്ന ഫീൽഡ് ഏതാണ് എന്നുള്ളതാണ്. पेले ने 15 साल की उम्र में सैंटोस और 16 साल की उम्र में ब्राजील की राष्ट्रीय टीम के लिए खेलना शुरू किया. അദ്ദേഹം 15 വയസ്സ് മുതൽ സാന്റോസ് ക്ലബിന് വേണ്ടിയിട്ടും 16 വയസ്സ് മുതൽ ബ്രസീലിന്റെ എന്താണ് രാഷ്ട്രീയ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ടീമിന് വേണ്ടിയിട്ടും കളിക്കാനായിട്ട് തുടങ്ങി. अपने अंतरराष्ट्रीय करियर के दौरान उन्होंने 3 ഫീഫ വിശ്വകപ്പ് जीते. അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയറിൽ അദ്ദേഹം എന്താണ് 3 ഫിഫ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ട്. 1958 സ്വീഡനില്, 1962 ചിലിയില്, അതുപോലെ തന്നെ 1970 മെക്സിക്കോയില്. ഉപലബ്ധിയ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പുരസ്കാരങ്ങളും മറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ വരുന്നത്. उन्होंने ब्राजील को 3 विश्व कप फुटबॉल चैंपियनशिप 1958, 62 and 70 में നേതൃത്വ ദിയ. അപ്പോൾ അദ്ദേഹം 1958, 1962, 1970 ജയിച്ചിട്ടുള്ള ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല उन्होंने विश्व कप खेल में 12 गोल किए और प्रथम श्रेणी मैचों में 1000 से अधिक गोल किए. അദ്ദേഹം വേൾഡ് കപ്പില് 12 ഗോളും അതുപോലെ തന്നെ പ്രഥം ശ്രേണി മാച്ച് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് മാച്ചസില് 1000-ലധികം ഗോളുകളും എന്താണ് സ്കോർ ചെയ്തിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. പിന്നീട് 1999 അന്താരാഷ്ട്രീയ ഒളിമ്പിക് സമിതി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അദ്ദേഹത്തെ എന്താണ് സദീക അത്ലീറ്റ് നാമിത് കിയാ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്ലീറ്റ് ഓഫ് ദി സെഞ്ചുറി എന്നുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്.
പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഉപലബ്ധി. ഈ 3 വേൾഡ് കപ്പ് ജയിച്ചത്, അതുകൂടാതെ അത്ലീറ്റ് ഓഫ് ദ സെഞ്ചുറി എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ നിധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴാണ് അന്തരിച്ചത്, ആ ഡേറ്റും ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. 29 ഡിസംബർ 2022 82 സാൽ കി ഉമ്ര എന്ന് വെച്ചാൽ 82 വയസ്സിലാണ് ഉൻകാ നിധൻ ഹുവ, അദ്ദേഹം അന്തരിച്ചത്. അടുത്തതായിട്ട് പറയുന്നത് സാർത്ഥക് വാക്യമേ ബദ്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട കുത്തിയിട്ടാണ് ഒരു സെന്റൻസ് കൊടുത്തിട്ടുള്ളത്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സാർത്ഥകമായിട്ടുള്ള, അതായത് അർത്ഥവത്തായിട്ടുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റാനാണ് പറയുന്നത്. പെലെ അപ്നെ മാതാ പിതാ കാ പെഹല ബേട്ട ഥ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലെത്തി. പെലെ കി ജീവനി തയ്യാർ കരേ. പെലയുടെ ജീവനി വെച്ചാല് പ്രൊഫൈല് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്നിട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടില്ലേ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. വ്യക്തി കാ നാം ജന്മ ഓർ ജന്മസ്ഥാൻ ലിഖിയ. ഒരു വ്യക്തിയുടെ പേര്, അതുപോലെ തന്നെ ജനനത്തിൻ്റെതായ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ജന്മസ്ഥാനം എവിടെയാണ് ജനിച്ചത് എന്ന് ഉൾപ്പെടുത്തുക. വ്യക്തിഗത് ജീവൻ കി ബാത്തെ ജോഡി ഹെ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന്റെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടോ എന്നുള്ളത്. ശിക്ഷ ഏവം പേഷെ കാ ഉല്ലേഖ് കിയാ ഹെ. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ പേശാൻസ് എന്ത് ജോബാണ്, എന്ത് പ്രൊഫഷനിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉല്ലേഖ് കിയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ജീവൻ കി മഹത്വപൂർണ്ണ ഘട്ടനായി ഷാമിൽ ഹെ. ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘട്ടനായി, സംഭവങ്ങളൊക്കെ ഷാമിൽ ഹെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. മുഖ്യ ഉപലബ്ധിയോ കോ ജോഡാ ഹെ. എന്താ മെയിൻ ആയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. ദുനിയ ഭർ വ്യക്തി കെ പ്രഭാവ് കാ ഉല്ലേഖ് കിയാ ഹെ. ഈ ലോകത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പ്രഭാവത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ എന്നാണ്. അപ്പോ ഇനി നമുക്ക് പ്രൊഫൈൽ നോക്കാം. പ്രൊഫൈൽ എഴുതുമ്പോഴും സാധാരണ നമ്മളൊരു ബോക്സ് വരയ്ക്കാറുണ്ട്. അപ്പൊ അത് വരച്ചെഴുതുക. പെലെ കി ജീവനി. പെലെ 1940 to 2022. പെലെ കാ അസ്ലി നാം എഡ്സൺ അറാൻഡസ് ഡോ നാസിമെന്റോ ഥ. അപ്പൊ എന്താണ്, നമ്മൾ ഫുൾ നെയിം ഉൾപ്പെടുത്തി. ഉൻകാ ജന്മ 23 अक्टूबर 1940 को ब्राजील के मिनास गेराइस नामक छोटे शहर में हुआ था. അപ്പൊ ഈ ഒരു എന്താണ് വില്ലേജിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. വില്ലേജ് അല്ല, ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഷെഹർ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെ വേർഡ് ബൈ വേർഡ് മീനിങ് ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ആ ഒരു വർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അതന്നെ സെന്റൻസ് ആക്കി ഇങ്ങനെ ഒന്നിച്ച് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. उनके पिता क्लब स्तर पर फुटबॉल खेला करते थे और उनकी माँ गृह कार्य संभालती थी. बचपन से ही पेले को फुटबॉൾ खेलना बहुत पसंद था. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന് എന്താണ് ഫുട്ബോൾ കളിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു. चौथी कक्षा में स्कूल के दिनों में फुटबॉल खेलने के कारण निकाले जाने के बाद पेले ने अपनी पढ़ाई छोड़ दी. उन्होंने 15 वर्ष की आयु में सैंटोस क्लब के लिए खेलना शुरू किया और 16 वर्ष की आयु में ब्राजील की राष्ट्रीय टीम में शामिल हो गए. पेले ने ब्राजील को 3 बार फीफा विश्व कप, അത് ഏതൊക്കെ വർഷമാണെന്ന് കൊടുത്തിട്ടുണ്ട്, ജിത്തായ. उन्होंने विश्व कप खेलों में 12 गोल और अपने करियर में 1000 से अधिक गोल किए हैं. പിന്നെ 1999 उन्हें सदी का एथलेट कहा गया. एथलेट ऑफ द सेंचुरी എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടി 1999. പിന്നെ 29 ഡിസംബർ 2022 82 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം അന്തരിച്ചു. നേരത്തെ നമ്മൾ വർക്ക്ഷീറ്റിൽ ഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് തന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.